ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. നിയമത്തിന് മുമ്പിൽ വന്നേ മതിയാകൂ. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും, ഒരു സംശയവും വേണ്ട. ഇതിനേക്കാൾ വലിയ ഉന്നതന്മാർ ഇനിയും നിയമത്തിൻ്റെ മുമ്പിൽ വരേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. ആര് വിചാരിച്ചാലും അവരെ ഒന്നും സഹായിക്കാൻ കഴിയില്ല, അതാണ് വ്യക്തമാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. ഒരു പത്മകുമാർ അടക്കമുള്ളവർക്കെതിരെ നടപടി അദ്ദേഹത്തിന്റെ വായിൽ നിന്നുണ്ടാകും. ഇത്രയും ദിവസമായിട്ട് ഉണ്ടായില്ല. പിന്നെ നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഈ ജയിലിൽ കിടക്കുന്ന 3 പാർട്ടി നേതാക്കളെ സംരക്ഷിക്കുകയല്ലേ. വാർത്താ സമ്മേളനം കഴിഞ്ഞ തവണ നടത്തിയപ്പോഴും അദ്ദേഹം ഒന്നും പറഞ്ഞില്ലല്ലോ. വാർത്താ സമ്മേളനം നടത്തുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഈ നാട്ടിൽ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഇവിടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ നോക്കി, ജനങ്ങൾ അതിനെ തിരസ്കരിച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വർഗീയത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു, അതും ജനങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ മാറി മാറി ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടും ആദ്യം മുഖ്യമന്ത്രി അതിൽ നിന്ന് മാറണം. കേരളം ഒരു മതനിരപേക്ഷ സംസ്ഥാനമാണ്. കേരളത്തിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ്. മതനിരപേക്ഷത CPM എന്നോ കൈവെടിഞ്ഞിരിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ എന്നോ കൈവെടിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഭൂരിപക്ഷത്തെ പിന്തുണ തേടാനുള്ള ശ്രമമാണ്. അത് വിജയിക്കാൻ പോകുന്നില്ല. CPMനെ കാത്തിരിക്കുന്ന വൻ തകർച്ചയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ടാണ് ഒരിക്കലും പത്രക്കാരെ കാണാത്ത മുഖ്യമന്ത്രി ഇപ്പം നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിഗ്രഹക്കടത്ത് സംഘം തന്നെയാണ് അല്ല, അതെല്ലാം വരട്ടെ, അന്വേഷണം നടക്കട്ടെ. അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരട്ടെ. ബഹുമാനപ്പെട്ട കോടതി തന്നെ ചോദിച്ചില്ലേ, അന്താരാഷ്ട്ര ആൻറ്റിക്സ് സ്മഗ്ലേഴ്സ് ഇതിൻ്റെ പിന്നിലുണ്ടോ, സുഭാഷ് കപൂറിനെ പോലുള്ള ആളുകളുണ്ടോ? അത്തരം ചോദ്യങ്ങൾക്കൊക്കെ വലിയ പ്രസക്തിയുണ്ട്. ശബരിമലയിൽ മാത്രമല്ല, കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ അടിച്ചു മാറ്റാൻ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് നീക്കം നടന്നത്. അതിനെ തടഞ്ഞ ഒരാൾ ഞാനാണെന്ന് പ്രതിപക്ഷ നേതാവ് ആയിരിക്കുമ്പോൾ. ഇതെല്ലാം കൂട്ടി വായിക്കണം. വലിയ കൊള്ളയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. വൻ സ്രാവുകൾ പിടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് പിടിക്കുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം നിലപാട് ആവർത്തിക്കുകയാണ് രമേശ് ചെന്നിത്തല. വൻ സ്രാവുകൾ ഇനിയും പിടിക്കപ്പെടാനുണ്ട്, നിയമത്തിന് മുന്നിൽ എത്തേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.